ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിരിച്ചെടുക്കാനും വിരമിച്ചതിനു ശേഷം പ്രതിമാസം തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. ജീവാനന്ദം. ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക പിരിച്ചെടുക്കാനും വിരമിച്ചതിനു ശേഷം പ്രതിമാസം തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ജീവാനന്ദം. 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. 2025 BWF ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ R.L. ബീന. സ്ത്രീകളിലെ കാൽസ്യം ആഗിരണം ത്വരിതപ്പെടുത്തുന്ന ഭക്ഷണ സമവാക്യം എന്ന കണ്ടെത്തലിന് പേറ്റന്റ് ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞനാണ് R.L. ബീന. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്ട്രോമാറ്റോലൈറ്റുകൾ എന്തൊക്കെയാണ്? പാളികളുള്ള അവശിഷ്ട രൂപങ്ങൾ. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്ട്രോമാറ്റോലൈറ്റുകളാണ് പാളികളുള്ള അവശിഷ്ട രൂപങ്ങൾ. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല മലപ്പുറം. 2024 മെയ്യിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ലയാണ് മലപ്പുറം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി സഞ്ജന താക്കൂർ. കോമൺവെൽത്ത് ചെറുകഥാ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരിയാണ് സഞ്ജന താക്കൂർ. മിസൈൽ ആക്രമണത്തെ തുടർന്ന് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഡ്നിപ്രോ നഗരം ഏതു രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉക്രൈൻ. മിസൈൽ ആക്രമണത്തെ തുടർന്ന് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഡ്നിപ്രോ നഗരം സ്ഥിതി ചെയ്യുന്നത് ഉക്രൈനിലാണ്.